ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ഫുട്ബോളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സാഫിൽ ഇന്ത്യയുടെ ചെണ്ടായിരുന്ന ബംഗ്ലാദേശ് വരെ ഇപ്പൊ ഇന്ത്യയെ പഞ്ഞിക്കിടാൻ മാത്രം വളർന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ച മാത്രം പടവലം പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. യൂണിറ്റി കപ്പിൽ സിംബാബ്വെക്കെതിരെയുള്ള പരാജയം നമ്മൾ വളരെ കൂളായിട്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ സിംബാബ്വെക്കെതിരെ നമ്മൾ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചാണ് കളിക്കാൻ പോയത്. ഫിഫ റാങ്കിങ് ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ആഫ്രിക്കൻ കരുത്തന്മാർക്ക് മുന്നിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് പൊരുതി നിൽക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റിഗ്മ നമ്മളെല്ലാവരും ഉറച്ച് വിശ്വസിച്ചു തുടങ്ങി. ഇതേ സിംബാബ്വെയുടെ ബി ടീമിനോടാണ് നമ്മൾ പരാജയപ്പെട്ടതെന്ന് ഓർക്കുന്നു. സിംബാബ്വെയുടെ മെയിൻ ടീമിനെ 23 വർഷങ്ങൾക്ക് മുൻപ് 2003 ആഫ്രോഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. 5-3 എന്ന സ്കോറിനായിരുന്നു ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇരട്ട ഗോളുകൾ നേടി IM വിജയനും ബൈച്ചും കൊണ്ടേയും തുടങ്ങി. മറ്റൊരു ഗോൾ നേടിയത് റനഡി സിംഗ് ആയിരുന്നു. അങ്ങനെ 5 ഗോളുകൾ നേടി നമ്മൾ 3 ഗോളുകൾ കൺസീഡ് ചെയ്ത് സിംബാബ്വെ പരാജയപ്പെടുത്തി 23 വർഷങ്ങൾക്ക് മുമ്പ്. ആ ഒരു വളർച്ച പ്രോപ്പറായിട്ട് നേരെ പൊങ്ങിപ്പോയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഏഷ്യയിലെ വമ്പൻ ശക്തികളാകേണ്ട സമയം കഴിഞ്ഞു. ഒരു സമയത്ത് ഇന്ത്യ ഏഷ്യയിലെ വമ്പൻ ശക്തികൾ തന്നെ ആയിരുന്നു. നമ്മളുടെ ശൈലൻ മന്നെ പോലെയുള്ള താരങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഏഷ്യയിലെ പവർ ഹൗസുകളായിരുന്നു. പിന്നീട് നമ്മൾ താഴോട്ട് പോയി. വിധിയെന്നൊന്നുമല്ല പറയുന്നത്, നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ സിംബാബ്വെയുടെ ബി ടീമിനോട് പോലും നമ്മൾ നിരങ്ങി പരാജയപ്പെടുകയാണ്. ഖാലിദ് ജമീൽ എന്ന പരിശീലകനെ നമ്മൾ ഒരുപാട് കൊട്ടിഘോഷിച്ചു, ആഘോഷിച്ചു, വാഴ്ത്തിപ്പാടി. പക്ഷേ നമ്മളുടെ പ്രതീക്ഷകളോട് നീതി പുലർത്താൻ ഖാലിദിനും കഴിയുന്നില്ല എന്നുള്ള ദുരന്ത യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു. ഓർത്തഡോക്സ് ഫുട്ബോളിനപ്പുറത്തേക്ക് കാര്യമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിനൊന്നും സമ്മാനിക്കാൻ പുള്ളിയെ കൊണ്ടും കഴിയുന്നില്ല. ഓവർസീസ് ഇന്ത്യൻ പ്ലേയേഴ്സ് വരും എന്ന് ഖാലിദ് ജമീൽ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഒരേ ഒരാൾ മാത്രമാണ് വന്നത്. ഈ ഒരു പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ വാഴ്ത്തിപ്പാടിയ ഖാലിദിനെ ആരാധകർ തന്നെ തെറി വിളിക്കേണ്ട സമയമാകുന്നുണ്ട്. വളരെ മോശം സബ്സ്റ്റിറ്റ്യൂഷനും മാൻ മാനേജ്മെന്റും ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ഖാലിദിന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ടീം കൂടുതൽ ദുരന്തത്തിലേക്ക് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാൻ സമയമായി.